കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഹെരോദേസ് രാജാവ് യേശുവിനെ പറ്റി കേട്ടു. യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു, സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയ ആണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെരോദേസ് പ്രസ്താവിച്ചു, ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെരോദേസ് ആളയച്ച് യോഹന്നാനെ പിടിക്കുകയും കാരാഗൃഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെരോദിയ നിമിത്തമാണ് അവനിങ്ങനെ ചെയ്തത്. അവനവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെരോദേസിനോട് പറഞ്ഞു, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിക്ഷിപ്തമാണ്. തന്മൂലം ഹെരോദിയായിക്ക് യോഹന്നാനോട് വിരോധം തോന്നി. അവനെ വധിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്ക് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞിരുന്നതുകൊണ്ട് ഹെരോദേസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകി പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഹെരോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും ഗലീലിയയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെരോദിയായിക്ക് അനുകൂലമായ ഒരവസരം വന്നു ചേർന്നു. അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെരോദേസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്ന എന്തും ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവൻ അവളോട് ശബ്ദം ചെയ്തു പറഞ്ഞു, നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും. അവൾ പോയി അമ്മയോട് ചോദിച്ചു, ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത്? അമ്മ പറഞ്ഞു, സ്നാപക യോഹന്നാൻ്റെ ശിരസ്സ്. അവൾ ഉടനെ അകത്ത് വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു, ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിരസ്സ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശബ്ദത്തെ പറ്റിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കുവാൻ അവന് തോന്നിയില്ല. അവൻ്റെ തല കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചൊരു സേവകനെ രാജാവ് ഉടനെ അയച്ചു. അവൻ കാരാഗ്രഹത്തിൽ ചെന്ന് യോഹന്നാൻ്റെ തല വെട്ടിയെടുത്ത് അതൊരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു. അവളത് അമ്മയെ ഏൽപ്പിച്ചു. ഈ വിവരമറിഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇപ്രകാരമാണ് സ്നാപക യോഹന്നാൻ വധിക്കപ്പെട്ടത് എന്ന സുവിശേഷ ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഹെരോദിയ എന്ന സ്ത്രീ, അവൾക്ക് സ്നാപക യോഹന്നാനോട് തോന്നിയ വിരോധം അതവൻ്റെ അന്ത്യത്തിലേക്ക്, വലിയൊരു കൊലപാതകത്തിലേക്കൊക്കെ നയിച്ച വിവരണമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം വായിച്ചു കേട്ടത്. ഹെരോദേസിനോട് സ്നാപക യോഹന്നാൻ പറഞ്ഞിരുന്നു, സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിക്ഷിപ്തമായൊരു കാര്യമാണ്, അത് ശരിയല്ല. ഇത് പറഞ്ഞപ്പോൾ ഹെരോദിയ എന്ന ആ സ്ത്രീക്ക് സ്നാപക യോഹന്നാനോട് വളരെ വിരോധം തോന്നിയെന്നും അവനെ വധിക്കുവാനായിട്ട് ആഗ്രഹിച്ചുവെന്നും, എന്നാൽ ഹെരോദേസ് നൽകിയൊരു സംരക്ഷണത്താൽ അവൻ മുന്നോട്ട് പോയതായ കാര്യങ്ങളുമൊക്കെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേട്ടതാണ്. എന്നാൽ അവൾക്ക് തക്ക ഒരവസരം കിട്ടി. ഹെരോദേസിൻ്റെ ജന്മദിനത്തിൽ അവൻ തന്നെ നൽകിയ ആണയിട്ട് പറഞ്ഞൊരു ശബ്ദത്താൽ സ്നാപക യോഹന്നാൻ വധിക്കപ്പെടുകയും അത് കഴിഞ്ഞ് അവൻ്റെയും ഹെരോദയായുടെയും ഒക്കെ ജീവിതത്തിൽ
സംഭവിച്ച ചില കാര്യങ്ങളുമൊക്കെയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേട്ടത്. വിവേകശൂന്യമായ ഒരു വാഗ്ദാനം അവൻ്റെ ജന്മദിനത്തിൽ ഹെറോദേസ് ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. നീ എന്തു ചോദിച്ചാലും അതെൻ്റെ രാജ്യത്തിൻ്റെ പകുതിയാണെങ്കിൽ പോലും അത് ഞാൻ നിനക്ക് തരാം. പ്രിയമുള്ളവരെ, സ്വന്തമായിട്ട് തീരുമാനമെടുക്കുവാൻ കഴിവില്ലാത്തൊരു പെൺകുട്ടിയുടെ മുമ്പിൽ ഹെറോദേസ് എന്ന രാജാവ് ആണയിട്ട് പറഞ്ഞപ്പോൾ അത് വിവേകശൂന്യമായ ഒരു തീരുമാനമായി പോയി. കാരണം ആ പെൺകുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കൊടുക്കുകയായിരുന്നു അവൻ ചെയ്യേണ്ടിയിരുന്നത്. സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാത്ത പെൺകുട്ടി അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോവുകയും എന്ത് സമ്മാനമാണ് ഞാൻ ചോദിക്കേണ്ടതെന്ന് അവൾ അമ്മയോട് ചോദിക്കുകയും ചെയ്തതിന് പരം ആ സ്ത്രീ അവളുടെ മകളോട് പറയുകയാണ്, നീ ഹെറോദേസിൻ്റെ ശിരസ്സാണ് ചോദിക്കേണ്ടത്. പ്രിയമുള്ളവരെ, സ്നാപക യോഹന്നാനോട് വിരോധം തോന്നിയ ഹെറോദിയ അവനെ വധിക്കുവാനായിട്ട് തക്കം നോക്കിയിരുന്നത് കൊണ്ടും അവൾക്ക് ഇതിൽ പരം ഒരു അവസരം കിട്ടുവാനില്ലായിരുന്നത് കൊണ്ടും അത് മുതലെടുത്തുകൊണ്ട് സ്നാപക യോഹന്നാൻ്റെ ശിരസ്സറത്ത് അതെനിക്ക് വേണമെന്ന് അവൾ തൻ്റെ മകളിലൂടെ ഹെറോദേസിനോട് ആവശ്യപ്പെടുകയാണ്. തൻ്റെ തിന്മയെ, തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തിന്മയുടെ ഒരു സ്വാധീനത്തെ, പാപത്തിൻ്റെ ഒരു മേഖലയെ നീതിമാനായ സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിൽ അവനോട് വിരോധം തോന്നിയ ഹെറോദിയ അവൻ്റെ ശിരസ്സാണ് ആവശ്യപ്പെട്ടത്. അത് നീതിമാൻ്റെ ഒരു കൊലപാതകത്തിൽ അവസാനിച്ച വിരോധത്തിൻ്റെയും വിവേകശൂന്യതയുടെയും കഥയാണ് പ്രിയമുള്ളവരെ നാം ശ്രമിച്ചത്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സുവിശേഷ ഭാഗത്തെപ്പറ്റി വിചിന്തനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അർത്ഥവത്തായ ആത്മീയതയുടെ തലങ്ങളിലേക്ക് നമ്മളെ നയിക്കുവാനായിട്ട് നമുക്ക് സഹായകമായിട്ട് തീരും. ഒന്നാമതായിട്ട്, തീരുമാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി മനസ്സിലാക്കുകയും തീർച്ചയായിട്ടും ഒരു ആത്മീയ പക്വതയോടുകൂടി നമ്മൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യണം. എപ്പോഴൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ വലിയ വൈകാരിക പ്രക്ഷോഭങ്ങൾ ഉണ്ടാകൊണ്ടിരിക്കുന്നുവോ ആ നിമിഷങ്ങളിൽ നമ്മൾ ജീവിതത്തിൽ പ്രാധാന്യമേറിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്താൽ, പ്രിയമുള്ളവരെ, നമ്മുടെ തീരുമാനങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും തെറ്റുകയില്ല. കാരണം നമ്മളുടെ സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിലോ ഞാനെന്ന ഭാവത്തിലോ നിരാശയിലോ വൈകാരിക പ്രക്ഷോഭത്തിലോ ഒന്നുമായിരിക്കില്ല നമ്മൾ തീരുമാനമെടുക്കുന്നത്. ജീവിക്കുന്നവനായ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനം ജീവിതത്തിൽ ഒരിക്കലും തെറ്റുകയില്ല പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ടപ്പോൾ ഹെറോദേസിൻ്റെ ഉറക്കം വരെ നഷ്ടപ്പെട്ടു എന്ന് നാം വായിക്കുകയുണ്ടായി. താൻ കൊന്നുകളഞ്ഞവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് അവൻ ചിന്തിച്ചു തുടങ്ങി. പ്രിയമുള്ളവരെ, ചിലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തെറ്റുകൾ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പാപത്തിൻ്റെ ചില മേഖലകളെല്ലാം അത് ജീവിതത്തിൽ വലിയ നിരാശയായിട്ട്, അത് ജീവിതത്തിൽ വലിയ കുറ്റബോധങ്ങളായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തെ നിരന്തരം പീഡിപ്പിക്കുന്ന അവസരങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് തിരുസഭ നമുക്ക് കുംഭസാരം എന്ന കൂദാശ നൽകിയിരിക്കുന്നത്. മാനുഷികമായ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുക സ്വാഭാവികമാണ്.
ഇങ്ങനെ തെറ്റുകൾ പറ്റുമ്പോൾ, നമ്മളുടെ വഴികളിൽ നമ്മൾ വ്യതിചലിച്ചു പോകുമ്പോൾ നമുക്കായിട്ട് തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന വിശുദ്ധിയുടെ മാർഗമാണ് കുമ്പസാരം എന്നത്. പ്രിയമുള്ളവരെ, കുമ്പസാരത്തിലൂടെ സ്വയം നവീകരിക്കുവാനും സ്വയം വിശുദ്ധീകരിക്കുവാനും തെറ്റുകളിൽ നിന്നും മോചനം ലഭിക്കുവാനും ഒക്കെ കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യമുള്ള കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ വിദ്വേഷം, വിരോധം, ഇങ്ങനെയുള്ള വികാരങ്ങൾ പലപ്പോഴും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വരെ അത് വലിയ നാശത്തിലേക്ക് നടത്തുന്നവയാണ്. ചിലപ്പോൾ ഒരു ചെറിയ വാക്ക്, എപ്പോഴോ പറഞ്ഞു പോയ ഒരു കാര്യം, അതൊക്കെ വലിയ വിദ്വേഷമായിട്ട് വിരോധമായിട്ട് കുടുംബ ബന്ധങ്ങളിൽ നിലനിൽക്കുമ്പോൾ അത് വിവാഹമോചനത്തിലേക്ക് വരെ കടന്നു പോകുന്ന അവസ്ഥകൾ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനുള്ളിൽ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതത്തിലെ വലിയ നാശത്തിലേക്ക് അമ്മയില്ലാത്ത അവസ്ഥ, അപ്പനില്ലാത്ത അവസ്ഥകളൊക്കെ കടന്നു വരുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മുടെ കുടുംബത്തിൽ കടന്നു വരാതിരിക്കുവാനായിട്ട് പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം, കുടുംബ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം, ദൈവിക സാന്നിധ്യത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ പരസ്പരം ക്ഷമിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും ഐക്യത്തിലൂടെ മുന്നോട്ട് പോകുവാനുമുള്ള ഒരു അവസരം കുടുംബത്തിൽ നാം ഉണ്ടാക്കിയെടുക്കണം. ഇന്ന് ഈ സുവിശേഷ ഭാഗത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ പരസ്പര സ്നേഹത്തിന് എതിരായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും തിന്മയുടെ സ്വാധീന മേഘങ്ങളെയും കർത്താവിന് ഈ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വലിയ ആത്മീയ വിശുദ്ധി പ്രാപിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.